എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന, അതിയായി ആഗ്രഹിക്കുന്ന, എന്റെ സ്വപ്നം ഇതാണെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചവരോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. വർഷം 1924. കണ്ണഞ്ചിപ്പിച്ച് നിൽക്കുന്ന എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ ജോർജ് മാലറി എന്നൊരു ചെറുപ്പക്കാരൻ യാത്ര പുറപ്പെടുകയാണ്. മുൻപേ 2 വട്ടം കാലാവസ്ഥ മോശമായതിനാൽ പകുതിക്ക് തിരിച്ചിറങ്ങി പോരേണ്ടി വരുന്ന മാലറിയോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ പടി വീണ്ടും കയറി മുന്നിലോട്ട് പോകുന്നതെന്ന്. അവസാന യാത്രയിൽ പകുതിയിലേറെയും പിന്നിട്ട ആ പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലെ നിര എന്നെ പ്രലോഭിപ്പിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്തരം. ഇറങ്ങിത്തിരിക്കുമ്പോൾ ജോർജ് മാലറി തന്റെ പ്രണയിനി റൂത്തിനോട് പറയുന്നുണ്ട്, ഞാൻ എവറസ്റ്റിന്റെ ഏറ്റവും മുകളിലെ നിരയിൽ കാലുകുത്തുമ്പോൾ ആദ്യം ചെയ്യുന്നത് നിന്റെ ചിത്രം ആ മണ്ണിൽ പതിപ്പിക്കുക എന്നതായിരിക്കും. ആ സ്വപ്നത്തിന്റെ, ആ പ്രണയത്തിന്റെ ആഴമാണ് അദ്ദേഹം ആ 8000 അടി ഉയർച്ചയിൽ കണ്ടത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന് തന്റെ സ്വപ്നങ്ങളിലേക്ക് നടന്നു കയറാൻ പറ്റിയില്ല എന്ന് ലോകം വിധിയെഴുതി. ടെൻസിങ്ങും ഹിലാരിയും എവറസ്റ്റിന് മുകളിൽ കാലു പതിപ്പിച്ച് ചരിത്രം എഴുതി. വർഷങ്ങൾ കടന്നുപോയി. പലരും കൂട്ടമായി എവറസ്റ്റ് കീഴടക്കി. 75 വർഷങ്ങൾക്ക് ശേഷം 1999 മെയ് 1 എവറസ്റ്റ് കീഴടക്കാൻ പോയ ഒരു സംഘം 800 അടി താഴ്ചയിൽ ജോർജ് മാലറിയുടെ ശവശരീരം കണ്ടെത്തി. അദ്ദേഹം ഇറങ്ങിത്തിരിക്കുമ്പോൾ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്നു, ഒന്നൊഴികെ. അത് അദ്ദേഹം തന്റെ ജീവനേക്കാളേറെ സ്നേഹിച്ച തന്റെ പ്രണയിനി റൂത്തിന്റെ ചിത്രമായിരുന്നു. നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, തന്റെ ദൗത്യം പൂർത്തീകരിച്ച് തിരിച്ചിറങ്ങുമ്പോഴാണ് ജോർജ് മാലറി ഈ ലോകത്തോട് വിട പറഞ്ഞതെന്ന്. തന്റെ പ്രണയിനി റൂത്തിന്റെ ചിത്രം എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ എവിടെയോ ഇപ്പോഴും ആ പ്രണയത്തിന്റെ കഥ പറഞ്ഞിരിപ്പുണ്ട്. വൈൽഡസ്റ്റ് ഡ്രീമുകൾക്ക് പുറകെ നിത്യവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരോട് ജോർജ് മാലറി പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെ അത് ആഗ്രഹിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് ആ സന്തോഷം പകുത്തു നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തുകൊണ്ടേയിരിക്കുക. ദീർഘനാളത്തെ എഫേർട്ടുകൾ, ഏറ്റവും മോശമായ മാനസിക സമ്മർദ്ദങ്ങൾ, ചുറ്റുമുള്ളവരുടെ ചോദ്യങ്ങൾ, പിന്തിരിപ്പിക്കുന്ന ഉപദേശങ്ങൾ, ഇതിനൊക്കെയും നടുവിൽ നിങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെയും തേടുന്നുണ്ട്. എൻട്രൻസ് എക്സാമുകളും ഇങ്ങനെയാണ്. നിലയ്ക്കാതെ ഓടുന്നവർക്ക് വേണ്ടി, പരാജയങ്ങളിൽ തളരാതെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുന്നവർക്ക് വേണ്ടി, നിങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് നൽകുന്ന സ്വപ്നങ്ങൾക്ക് വേണ്ടി എത്തിച്ചേരേണ്ട ഒരിടമാണിത്. അത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല, ആഗ്രഹിക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒന്ന്. എന്തിനാണ് വീണ്ടും വീണ്ടും ഇത് മാത്രം പറഞ്ഞു നടക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് പറയാൻ ഒരു ഉത്തരമുണ്ട്. ബിക്കോസ് ഇറ്റ്സ് there. All the very best for your exams.